നമസ്കാരം. അങ്കമാലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. നമ്മുടെ ഈ വീഡിയോകൾ കാണുന്നവർ പലരും ചോദിക്കാറുണ്ട്, മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന്. എനിക്ക് പറയാനുണ്ട് ഒരു അപ്ഡേറ്റ്. അത് കൃത്യമായിട്ടുള്ള എനിക്ക് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഔദ്യോഗികമായിട്ടുള്ളൊരു റിപ്പോർട്ട് വരണവരെ കാത്തിരിക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് തന്നെ അത് പറയാതിരിക്കാൻ തരമില്ല. ഖാലിദ് റഹ്മാൻ എന്ന് പറഞ്ഞ സംവിധായകനെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്ത് വന്ന സിനിമയായിരുന്നു ജിംഖാന, ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ സിനിമ. അതിലെ നായകനായിരുന്നു നസ്ലൻ. പിന്നീട് അദ്ദേഹം ചെറിയൊരു കേസിലൊക്കെ പെട്ടു. നമുക്കറിയാം എന്താണ് ആ കേസ് എന്നൊക്കെ. നമ്മൾ ആ കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാനൊന്നുമല്ല പോകുന്നത്. ഉണ്ട എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സിനിമയും അനുരാഗ് കരിക്കും വെള്ളം എന്ന സിനിമയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകളായിരിക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഉണ്ട എന്ന സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പൊളിറ്റിക്സ് എനിക്ക് വർക്കൗട്ടായിട്ടുള്ളൊരു സിനിമയാണ്. കാരണം മണ്ണിൻ്റെ മക്കളുടെ രാഷ്ട്രീയമാണ് ആ സിനിമ പങ്കുവയ്ക്കുന്നത്. അതിലെ എസ് ഐ മണി എന്ന മമ്മൂക്കയുടെ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ തന്നെ വ്യത്യസ്തമായൊരു പോലീസ് കഥാപാത്രമായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു ഇതേ സംവിധായകൻ്റെ കൂടെ നീതിയും നിയമവും പാലിക്കുന്ന ഒരു പോലീസ് ഓഫീസറായിട്ടല്ല വരാനിരിക്കുന്നൊരു സിനിമയിൽ വരാനിരിക്കുന്നത്. ഒരു ഗാങ്സ്റ്ററായിട്ടാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗാങ്സ്റ്ററാണ്, ക്രൂവലാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മമ്മൂക്കയുടെ ഒരു മുഖം നമുക്ക് ആ സിനിമയിൽ കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ നസ്ലേനും അദ്ദേഹത്തിൻ്റെ ഒരു മികച്ചൊരു കഥാപാത്രമായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, മമ്മൂക്കയുടെ വ്യത്യസ്തമായ മറ്റൊരു മുഖമാണ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിശ്രമ ജീവിതത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ കൊറോണ എന്ന് പറഞ്ഞ മാരക വ്യാധിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒന്ന് ഓഫായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു ഇനി അദ്ദേഹം എങ്ങനെയായിരിക്കും വരാനിരിക്കുന്നതെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഫേസാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിൽ കണ്ടത്. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, സിനിമയുടെ തന്നെ, മലയാള സിനിമയുടെ തന്നെ ഒരു രാശി കുറിച്ച അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു മുഖം കണ്ട ഒരു കാലഘട്ടമായിരുന്നു പിന്നീട് അങ്ങോട്ട്. ഇപ്പോഴും അതിനൊരു മാറ്റവുമില്ല. ലോകം വരെ വന്നെത്തി നിൽക്കുകയാണ് ആ മാറ്റം. ഇപ്പോഴിതാ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം മമ്മൂക്കയുടെ ഒരു ഗാങ്സ്റ്റർ മൂവി, അതും ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ മൂവി ആയിട്ടാണ് വരുന്നതെന്ന് അറിയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് മമ്മൂക്ക എത്തുന്നു. ഒപ്പം മറ്റു പല താരങ്ങളുമുണ്ട്. ആ താരങ്ങളെക്കുറിച്ചൊന്നും പൊതുവെ പുറത്തേക്ക് വന്നിട്ടില്ല. വേറൊരു സർപ്രൈസിങ് ക്യാമിയോ ഒക്കെ ഉണ്ടെന്ന് അറിയുന്നു. ഒരു പക്ഷേ നമ്മുടെ ലാലേട്ടനായിരിക്കാം, അതുമല്ലെങ്കിൽ പൃഥ്വിരാജോ മറ്റായിരിക്കുമെന്നും പറയപ്പെടുന്നു. ഏതായാലും നസ്ലേൻ്റെ കാര്യവും മമ്മൂക്കയുടെ കാര്യവും തീരുമാനമായതാണ്. ഖാലിദ് റഹ്മാൻ്റെ ഈ ഒരു സിനിമ വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന സിനിമയാണ്. അത് നിർമ്മിക്കുന്നതാകട്ടെ മമ്മൂക്കയാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കാൻ പോകുന്ന ഒരു വ്യത്യസ്തമായ ഒരു സിനിമയായിരിക്കും ആ സിനിമ. കാത്തിരിക്കുകയാണ് മമ്മൂക്കയുടെ ഈ ഒരു തിരിച്ചുവരവിന് വേണ്ടി.